ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാഗ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജോർദാനിലാണ്. ജോർദാനിലെ അക്കാബ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള അതായത് ഡീറ്റെയിൽ ആയിട്ട് സ്ഥലങ്ങൾ നല്ല രീതിയിൽ കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അധികം കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഇറങ്ങാതെ സ്ഥലങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട്, എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് ജോർദാനിലാണ്. ജോർദാനിലെ അക്കാബ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതിനു മുമ്പ് അക്കാബ ഫോർട്ടും റെഡ് സീ ഒക്കെയുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഞാൻ ഈ അക്കാബയിലുള്ള ഒരു റെസിഡൻഷ്യൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിൻ്റെ പേര് ഐല എന്നാണ്. AYLA, ഐല എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ടാണ് കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ എന്നുള്ളത്. ഏതൊരു നാട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു മലയാളിയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനോ ഉണ്ടാവുന്ന നമ്മൾ തമാശക്ക് പറയുന്ന ഒരു വാസ്തവമായ ഒരു കാര്യമാണിത്. ഈ അക്കാബ എന്ന് പറഞ്ഞ സ്ഥലത്ത് റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഇത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിടക്കുന്നു. മിർച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് ഞാൻ അവിടെ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് ജോർദാന്റെ സദേൺ സൈഡ് ആയിട്ടുള്ള ഒരു അക്കാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സിറ്റിയാണിത്. ഇത് ഇസ്രായേലിനോടും ജോർദാനോടും ഈജിപ്തിനോടും ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണിത് അക്കാബ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ പോലും നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കാണാൻ പറഞ്ഞാൽ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഇത് അബുദാബിക്കാർക്ക് അറിയാൻ പറ്റും, ഈസ്റ്റേൺ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അബുദാബി സലാം സ്ട്രീറ്റിൽ ഒരു ഈസ്റ്റേൺ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൽക്കാടുകളും ഒക്കെ ആയിട്ട്, പിന്നെ അവിടെ ഒരു കായലും പിന്നെ കയാക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലം, പിന്നെ യോട്ടും ബോട്ടും എല്ലാം ഉള്ള, നമുക്ക് ബോട്ട് റെന്റിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അബുദാബിയിൽ. ഈസ്റ്റേൺ മാംഗ്രൂവ്സ് എന്നാണ് അതിന് പറയുക. അവിടെ ഒരു ഇതുപോലെ പലതരം റെസ്റ്റോറൻറ്റ്സും
പിന്നെ അതുപോലെ റെസിഡൻഷ്യലും പിന്നെ ഹോട്ടൽസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ ഈസ്റ്റേൺ മാംഗ്രൂവ്സ്. സലാം സ്ട്രീറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഒരു ഫീലിംഗ് വന്നു. ഇതേപോലെ ഒരു സെറ്റപ്പാണ് അബുദാബിക്കാർക്ക് അറിയാം അത്, അവിടെ പോയിട്ടുണ്ടാവും പല ആൾക്കാരും. അപ്പോൾ അതേ ഒരു ഫീല് എനിക്ക് ഇവിടുന്നും കിട്ടി. അപ്പോൾ അബുദാബിയിലുള്ളവർ ഈസ്റ്റേൺ മാംഗ്രൂവ്സ് കണ്ടില്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ളവർക്ക് ആ ലൊക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈസ്റ്റേൺ മാംഗ്രൂവ്സിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. 3 രാജ്യങ്ങളുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോർദാനിലും, ഇവിടുന്ന് ആ സൈഡിലോട്ട് വളരെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇസ്രായേലും, ആ സൈഡിലോട്ട് ഈജിപ്തുമാണുള്ളത്. ഇത്രയും ഒരു 3 രാജ്യങ്ങളുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത്, അത് ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും അവിടെയുള്ള ആ ഒരു മറൈൻ ബീച്ച് നല്ല ഭംഗിയിലൊരു ഒരു സൂക്ക് പണിത്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിത്, ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് പണിത്, നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഞാൻ പിന്നീട് മാപ്പ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇസ്രായേലിനോടും ഈജിപ്തിനോടും വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തും ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലും, അതും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സീസൈഡ് സൂക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു മറൈൻ സൂക്ക് എന്ന് പറയാം. കുറേ യോട്ടും ബോട്ട്സും, പിന്നെ അതിലും പ്രധാനമായിട്ടുള്ളത് ഈ സ്ഥലം ഇസ്രായേലിനോടും അതുപോലെ ഈജിപ്തിനോടും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം ലഞ്ചാണ്. ലഞ്ചിന് നമുക്ക് ഇവിടുത്തെ ഓതന്റിക് ഫുഡായ മൻസിഫ് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ കണ്ടു, 4.4 റേറ്റിംഗ് ഉണ്ട്. എന്തായാലും ആ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ബാക്കി ഇനിയിപ്പോൾ അവിടെ നമ്മുടെ മൻസിഫ് കഴിക്കുന്ന വിശേഷങ്ങൾ കാണാം. സീ യു അറ്റ് റെസ്റ്റോറൻറ്റ്.
അവസാനം നമ്മൾ മൻസിഫ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൻ്റെ പേര് മൻസിഫ്ന എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല സൗകര്യവും നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ, അവിടെ എത്തി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു തൃപ്തി തോന്നി. കാരണം നല്ല വൃത്തിയുണ്ട് അവിടെ, നീറ്റാണ്, ക്ലീനാണ്, നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ ഉള്ള ഒരു തരം റെസ്റ്റോറൻ്റ് ആണ് ഈ മൻസിഫ്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തി ഒരാൾക്ക് കഴിക്കാനുള്ള മൻസിഫ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത സമയം കൊണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ വിഷ്വൽസൊക്കെ പകർത്തി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, മൻസിഫ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മൻസിഫ് നമ്മുടെ ടേബിളിലെത്തി. ആക്ച്വലി ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം, ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് അവർ കൊണ്ടു തന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കാം ഇവിടെ ഉള്ള ആളുകൾ കഴിക്കുന്നത്. ചിലപ്പോൾ ഇത് അവിടെ ആ നാട്ടിലുള്ള ഒരാൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കും ഇത്. എന്നിരുന്നാലും എനിക്കിത് മുഴുവനും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്കാണിത്. ഇത് അക്കാബയിൽ നിന്ന് വാദി മൂസ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റോഡാണിത്. ഇത് ഹൈവേ ആണ്. 2 ഹൈവേ ഉണ്ട് ജോർദാനിൽ. ഒന്ന് വാദി മൂസ വഴി അമ്മാനിലോട്ടും, ഒന്ന് നമ്മുടെ ഡെഡ് സീ ഉള്ള ഭാഗത്തൂടെ വേറൊരു ഹൈവേയും കൂടെ ഉണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള ഹൈവേ നമുക്ക് ഈ അക്കാബയിൽ നിന്നും അമ്മാനിലോട്ട് പോകാനുണ്ട്. അങ്ങനെ അക്കാബയിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ആ ഡെസ്റ്റിനേഷൻ ഏതെന്ന് വെച്ചാൽ പെട്ര കാണാനുള്ള ആഗ്രഹത്തിലാണ് ജോർദാനിൽ വന്നത്. അപ്പോൾ പെട്ര കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വാദി മൂസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെട്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. വാദി മൂസയിലുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ കാലത്ത് പെട്ര കാണാൻ പോകും. പെട്ര ഏകദേശം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നടന്ന് കാണാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് അറിഞ്ഞത്. കേട്ടറിവാണ്. ശരിയായ അറിവ് നാളെ പെട്രക്കുള്ളിൽ പോയാൽ അറിയാം. അപ്പോൾ അത്രയും ലെങ്തി ആയ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അക്കാബയും ഇപ്പോൾ വാദി മൂസയിലോട്ടുള്ള ട്രാവലും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്തും. പെട്ര എന്നുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ പേര് കിങ്സ് വേ റോഡ് എന്നാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു റോഡാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അതിൻ്റെ കണ്ടീഷനെ കുറിച്ചല്ല പറഞ്ഞത്, 2 സൈഡിലുള്ള കാണാനുള്ള ആ ലാൻഡ്സ്കേപ്പിങ്ങും നമുക്ക് ആ പോകുന്ന സമയത്തുള്ള ആ ബ്ലൂ സ്കൈയും
ഒക്കെ ആയിട്ട് ആ റോഡിന്റെ വളവും തിരിവും ഒക്കെ ആയിട്ട് നല്ല അതിമനോഹരമായിട്ടുള്ള, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു റോഡ് യാത്രയായിരുന്നു, ഈ റോഡ് ട്രിപ്പ് ആയിരുന്നു ഈ കിങ്സ് വേ റോഡിലൂടെ ഉണ്ടായിരുന്നുള്ള യാത്ര. ഫ്രണ്ട്സ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേ ആയിരുന്നു ഈ കിങ്സ് വേ റോഡ്. ഒരു ഏരിയ മൊത്തം വിൻമിൽസ്, നല്ല ഭംഗിയുള്ള കാഴ്ച. ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ഒരുപാട് വിൻമിൽസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയൊന്നും കാണാറില്ല, എങ്കിലും ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇത്രയും അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് പോരാത്തത് കാണുന്നത്. നല്ല വലിപ്പമുണ്ട് ഇത്, അടിപൊളി അല്ലേ? ഓക്കെ, നമുക്കിനി യാത്ര തുടരാം. നമ്മളിപ്പോ ഏകദേശം പെട്രയോട് അടുത്ത് കഴിഞ്ഞു. പെട്ര, ഐ ലവ് പെട്ര എന്നൊക്കെയുള്ള ബോർഡും ഹോൾഡിങ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വിഷ്വൽസിൽ കാണുന്നത് എൻ്റെ ബാക്കിലോട്ടാണ് ഈ വാദി മൂസ വരുന്നത്. ഏകദേശം ഇനി ഇവിടുന്ന് കഷ്ടിച്ചൊരു ഈ 10-15 മിനിറ്റ് ദൂരേ ഉള്ളൂ. ഈ മലകൾക്ക് അപ്പുറമാണ് നമ്മുടെ ഈ പെട്ര ഒളിഞ്ഞിരിക്കുന്നത്. ഇതേ കളറിലുള്ള മലകളാണ് പെട്രയിൽ ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നേരിട്ട് നാളെ രാവിലെ കാണാൻ പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ വാദി മൂസയിലെത്തി. ഇതാണ് താമസിക്കുന്ന സ്ഥലം. ഹോട്ടലല്ല, ഒരു അപ്പാർട്ട്മെന്റ് പോലെ, ഒരു വീട് പോലത്തെ, ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലമാണിത്. ഈ കാണുന്നതാണ് വാദി മൂസ. ഓക്കെ, അതിൻ്റെ വിഷ്വൽസ് രാവിലെ ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്തിടാം. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ എത്തി. നേരത്തെ കിടക്കണം.
നേരത്തെ എഴുന്നേറ്റ് പോകാനുള്ളതാണ്. ബാറ്ററിയും ക്യാമറാസിൻ്റെ ബാറ്ററിയും ഒക്കെ ചാർജ് ചെയ്യണം, വീഡിയോസൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത ഹോം സ്റ്റേ പെട്രക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ആകെ കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പെട്രയുടെ വിസിറ്റർ സെൻറ്ററിലേക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പെട്രയുടെ വിശേഷങ്ങൾ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും ഷെയറായും സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഐ എം സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. See you. Bye bye. Good luck to everyone. Bye bye.